ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ലഹരിക്കടത്തിന് ഒത്താശ ചെയ്തതിന് പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷനല്ല, തെളിഞ്ഞാൽ ഡിസ്മിസ് ചെയ്യണം. എറണാകുളം കാലടി സ്റ്റേഷനിലെ CPO സുബീറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പോലീസുകാരനെതിരെ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചു. 66 ഗ്രാം ഹെറോയിൻ ഇയാളുടെ ബന്ധുവിന്റെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസുകാരന്റെ പങ്ക് കണ്ടെത്തിയത്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, പണ്ട് സായിപ്പിന്റെ അണ്ടർവെയറിനകത്ത് ലഹരി കടത്തിയ കേസിൽ അയാള് രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻ മന്ത്രിയും MLA തന്നെ അണ്ടർവെയറിന്റെ വലിപ്പം കുറച്ച നാടാണ്. അപ്പൊ പിന്നെ ബന്ധുവിനെ രക്ഷിക്കാൻ ഈ പോലീസുകാർ ഇതുവല്ല ഇതിന് അപ്രൂവ് ചെയ്യും. ഇതെന്താ സംഭവിച്ചത് ശരൺ? അരുൺകുമാർ, ഈ പോലീസുകാർക്കിടയിലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ഈ സമയത്താണ് ഒരു പോലീസുകാരൻ ഈ ലഹരി കടത്തിന് ഒത്താശ ചെയ്തതിന് സസ്പെൻഷനിലായിരിക്കുന്നത്. കാലടി സ്റ്റേഷനിലെ CPO ആണ് സുബീർ. സുബീറിന്റെ ബന്ധുവിന്റെ മുറിയിൽ നിന്ന്, അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ വലിയൊരു പരിശോധന NCBയും കുന്നത്താട് എക്സൈസും ചേർന്ന് നടത്തിയിരുന്നു. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ പെരുമ്പാവൂരിലെ ബായ് കോളനിയിലുള്ള ഈ സുബീറിന്റെ ബന്ധുവിന്റെ മുറിയിൽ നിന്ന് 66 ഗ്രാം ഹെറോയിൻ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തുന്നത്. അതായത് അവരുടെ CD അടക്കം തന്നെ പോലീസ് വിശദമായി തന്നെ ശേഖരിച്ച് പരിശോധിച്ചിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴേക്കും ഇയാൾ ഈ സുബീർ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു, ലഹരി ഇടപാടുകളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പ്രാഥമിക അന്വേഷണം, അതായത് പ്രിലിമിനറി എൻക്വയറി ഇയാൾക്കെതിരെ പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രിലിമിനറി എൻക്വയറി പൂർത്തിയായിക്കൊണ്ട് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇനി വകുപ്പ് തല അന്വേഷണമാണ്. വകുപ്പ് തല അന്വേഷണത്തിന് പിന്നാലെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇയാൾക്ക് ഈ കേസിൽ മാത്രമല്ല മറ്റ് ചില കേസുകൾ കൂടി പങ്കുണ്ടെന്ന സംശയവും ബലപ്പെടുകയാണ്. അതായത് കഴിഞ്ഞ മാസം പെരുമ്പാവൂരിൽ വെച്ച് 8.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നതാണ്. അത് എക്സൈസ് ആണ് പിടിച്ചെടുത്തിരുന്നത്. ആ കേസിൽ ഇയാൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതായത് ഈ പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളൊരു സംശയം കൂടിയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ലഹരി കടത്തലും ലഹരി ഇടപാടുകളുടെ മറവിൽ ഇയാൾ സാമ്പത്തിക ഇടപാടുകൾ, അതായത് ഇയാൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ പോലീസ് പരിശോധിക്കും. അങ്ങനെ വകുപ്പ് തല അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നുള്ളൊരു സൂചന കൂടിയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. യെസ്, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. എന്താണല്ലേ, അത് ശരിയാണെങ്കിൽ ആ പോലീസുകാരൻ സർവീസിൽ തുടരാൻ ഒട്ടും യോഗ്യനല്ല. പ്രത്യേകിച്ച് 0 ടോളറൻസ് ടു ഡ്രഗ്സ് ആയിരിക്കണം നമ്മുടെ പോളിസി, അല്ലേ? പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതിന് കൂട്ടുനിന്ന് പറഞ്ഞ ബന്ധുവല്ല, സ്വന്തം സഹോദരനാണെങ്കിൽ പോലും അടിച്ചു പുറത്തു കളയുക എന്നുള്ളതാണ്.